everyone, this is Deepa. എക്സാം തലേ ദിവസം എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ്, മാനസികമായ തയ്യാറെടുപ്പാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നാളെ CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ എക്സാം തുടങ്ങുകയാണ്. അതിനുശേഷം പിന്നെ 12th എക്സാമും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തലേ ദിവസം ഇതുവരെയുള്ള ഹാർഡ് വർക്കിൻ്റെയും അല്ലെങ്കിൽ സ്മാർട്ട് വർക്കിൻ്റെയും നമ്മുടെ ഫലം നാളെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ടച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കതെല്ലാം കിട്ടിയിട്ടുണ്ടാവും, എന്നാൽ കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയായിട്ട് എനിക്ക് തോന്നി. എല്ലാ വിദ്യാർത്ഥികളും ആരെല്ലാം എക്സാംസ് എഴുതുന്നുണ്ടോ, ഇപ്പോൾ 10th +2 എന്നൊന്നുമില്ല, ആരൊക്കെയാണോ എക്സാം എഴുതാൻ തയ്യാറെടുത്തിരിക്കുന്നത്, അതിപ്പോൾ ഏതൊക്കെ എക്സാംസ് ആയാലും ആ എക്സാംസിന് വേണ്ടി മാനസികമായിട്ടുള്ള ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ ഒരു ഫൈനൽ ടച്ച് അത് നിങ്ങൾക്ക് അവശ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം എല്ലാ പ്രിപ്പറേഷനും ഒരുപാട് ഹാർഡ് വർക്ക്, ഒരുപാട് ബുക്സ് ഇനി റെഫർ ചെയ്യാതിരിക്കുക. ഇതുവരെ റെഫർ ചെയ്തൊക്കെ മാറ്റിവെക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലാസ്റ്റ് ടൈം ക്വിക്ക് റെഫറൻസിന് വേണ്ടി ഒരു ചെറിയ ബുക്ക് അല്ലെങ്കിൽ കുറച്ച് നോട്ട്സ് ആക്കിയിട്ട് വെക്കണമെന്ന് പറയാറുണ്ട്. അത് മാത്രമായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഇനിയുള്ളത്. ബാക്കി എല്ലാ ബുക്കുകൾ മാറി മാറി നോക്കി ഒന്നും ടോപ്പിക്സോ കോൺസെപ്റ്റോ ഒന്നും വറീഡ് ആവാനോ ടെൻസ്ഡ് ആവാനോ ഒന്നും നിൽക്കരുത്. ആ എക്സാം റെഫറൻസ് മാത്രം കീപ് ഇറ്റ് ഇൻ യുവർ സേഫ് കസ്റ്റഡി. പിന്നെ ഇന്ന് തന്നെ നേരത്തെ നാളേക്ക് എന്തൊക്കെയാണോ വേണ്ടത്, ഇപ്പോൾ CBSEയുടെ 10th ആണെങ്കിൽ പറയുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങൾക്ക് ബ്ലൂ പെന്നാണ് ഉപയോഗിക്കേണ്ടത്. 2 എണ്ണമെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്തൊക്കെയാണ് അഡീഷണൽ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ, അതെല്ലാം അതിലുണ്ടെന്ന് ഇന്ന് തന്നെ റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ക്വിക്ക് റെഫറൻസ്, പിന്നെ ഏറ്റവും ആവശ്യം തോന്നുന്ന ഒരു ബുക്ക്, ഇത്രയും മാത്രമാണ് നിങ്ങൾ എടുത്തു വെക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഹാൾ ടിക്കറ്റ്, ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ എടുത്തു വയ്ക്കുക. അതായത് ഇന്ന് ഒരു നേരത്തെ ലൈറ്റായിട്ടുള്ളൊരു ഫുഡ് കഴിച്ച് നേരത്തെ തന്നെ ഒരു 9:30 മണി മാക്സിമം അപ്പോഴേക്കും കിടന്നുറങ്ങുക. എന്നിട്ട് 4 മണിക്ക് പറ്റുന്നവർക്ക് നീക്കാം. കാരണം പല സ്റ്റുഡൻസിനോടും പറഞ്ഞപ്പോൾ 4 മണിക്ക് നീക്കിയൊക്കെ നല്ലതാണ്, പക്ഷേ ഞങ്ങൾക്കത് ആ ഒരു ദിവസം പോക്കാവും, അത്രയും നേരത്തെ എണീറ്റ്. അങ്ങനെയുള്ളവർ ഒരു 5 o'clock അത് എന്തായാലും എല്ലാവർക്കും സാധിക്കുമെന്ന് എനിക്കറിയാം. ഒരു 5 o'clock തന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയതിനു ശേഷം ആ എക്സാം ക്വിക്ക് റെഫറൻസ് ഒക്കെ നന്നായിട്ടൊന്ന് നോക്കുക. എല്ലാം റെഡി ആയിരിക്കണം. ഇന്ന് കിടക്കുമ്പോൾ തന്നെ നാളേക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ച്, ഈവൻ ഡ്രസ്സ് പോലും എവറിത്തിങ് വോട്ടെവർ യു നീഡ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ മൈൻഡ് വളരെ കാമായിരിക്കും, മൈൻഡ് റെഡി ആയിരിക്കും തന്നെ. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി വേണം ഇന്ന് ഉറങ്ങാൻ പോകാനായിട്ട്. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് നിങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ഈശ്വരനെ പ്രാർത്ഥിച്ച് ആദ്യം തന്നെ ആ ഒരു ബ്ലെസ്സിങ്സ് എടുത്തുകൊണ്ട് തന്നെ, നിങ്ങളുടെ പാരൻസിൻ്റെ ബ്ലെസ്സിങ്സും എടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒരു ഗുഡ് വിഷസ് അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ എക്സാമിൻ്റെ ക്വിക്ക് റെഫറൻസ് ഒക്കെ സമാധാനമായിട്ടിരുന്നൊന്ന് നോക്കുക. വളരെ സമാധാനമായിട്ട് ഹറിബറിയായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ശീലം പലവർക്കും കണ്ടുവരുന്ന, അത് ഒരിക്കലും ചെയ്യരുത്. നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പ്രൊവൈഡ് ചെയ്യുമെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ബോട്ടിലിൽ നല്ല തണുത്ത വെള്ളം ആണ് ഇഷ്ടമുള്ളതെങ്കിൽ ആ തണുത്ത കൂളിംഗ് നിൽക്കുന്ന ഒരു ബോട്ടിലിൽ ഒരു വെള്ളം, നല്ല തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ലൈം ജ്യൂസ് പോലെ അങ്ങനെ വെക്കുക. എന്നിട്ട് അത് ഇടയ്ക്കൊന്ന് എടുത്ത് കുടിക്കാൻ പാകത്തിൽ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ റെഡിയായിട്ട് നല്ല രീതിയിൽ നിങ്ങളത് ചെയ്യാം. എന്നാൽ എല്ലാ കാര്യങ്ങളും, കാരണം ലാസ്റ്റ് മിനിറ്റിൽ ആ ബുക്ക് എവിടെ, ഈ ബുക്ക് എവിടെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തിരയാനോ കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും
എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹറിബറി ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് നമ്മളുടെ എല്ലാ കോൺഫിഡൻസും പോണത്. അപ്പോൾ എത്ര തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാലും അത് ചിലപ്പോൾ ഈ ഒരു പിന്നെ ലാസ്റ്റ് മിനിറ്റിലെ പ്രിപ്പറേഷന് ഒരുപാട് ഒരു വ്യഗ്രത കൂടുതലുള്ള സ്റ്റുഡൻസിനെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്, ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെക്കുക, എല്ലാം റെഡിയാക്കി വെക്കുക എന്നാണ് എവ്രിതിങ്. എന്നിട്ട് വേണം നിങ്ങൾ നാളത്തേക്ക് ഉള്ള ഒരു ശാന്തമായ മനസ്സോടെ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. എന്നിട്ട് എക്സാം ഹാളിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ക്വിക്ക് റെഫറൻസ് എല്ലാം മെയിൻ പോയിന്റ്സ് ആയിരിക്കണം അതിലുണ്ടായിരിക്കുന്നത്. അത് നന്നായി ഒന്ന് നോക്കുക. പിന്നെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുക. പറ്റുമെങ്കിൽ റീകോൾ ചെയ്യണമെങ്കിൽ റീകോൾ ചെയ്യാം. ചിലവർക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എല്ലാ മെയിൻ പോയിന്റ്സ് ആ ക്വിക്ക് റെഫറൻസ് ഒക്കെ ഒന്ന് റീകോൾ ചെയ്യണം എന്നുള്ളവർക്ക് അതങ്ങനെ ചെയ്യാം. വളരെ കൂളായിട്ടിരിക്കുക. എല്ലാം നല്ലതാവട്ടെ. വിഷ് യു വെരി ഗുഡ് ലക്ക്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വിഷ് യു ഓൾ ദ സക്സസ്. ഓക്കെ, ബൈ ബൈ.